ഹായ് ഗൈസ്, നമുക്ക് ഗിയർ സൈക്കിളിൻ്റെ ചെയിൻ എങ്ങനെ മാറാമെന്ന് നോക്കാം. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബാക്കിലെ ഗിയർ 7-ലും ഫ്രണ്ടിലത്തെ ഗിയർ ഫസ്റ്റിലുമായിട്ട് ഇട്ട് വെക്കണം. അപ്പോൾ ഗിയർ ഈ ഒരു പൊസിഷനിൽ നിർത്തിയെങ്കിൽ നമുക്ക് ചെയിൻ താഴോട്ട് വലിക്കാൻ പറ്റത്തുള്ളൂ. വലിച്ചിട്ട് വേണം നമുക്ക് അത് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ആ പിന്ന് നമുക്ക് ഊരാൻ. അത് ഊരാൻ വേണ്ടിയിട്ട് നമ്മളൊരു നട്ടും ഒരാണിയും എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പൊക്കമുള്ളൊരു കട്ടയോ തടി കഷ്ണമോ വേണം. ഞാനിവിടെ ഒരു കട്ട എടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ആ നട്ട് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വെക്കണം ചെയിൻ. നട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ആ ഹോളിൻ്റെ നേരെ വരണം ഈ ചെയിൻ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന പിന്ന്. എന്നിട്ട് നമുക്ക് ആ പിന്നിനിട്ടടിക്കാം. പിന്നിൽ 2 തട്ട് തട്ടുമ്പോഴത്തേനും അത് ലൂസാവും. ലൂസായിട്ട് ആ ആണി പുറത്തേക്ക് വരും. അത് ആ നട്ടിൻ്റെ ഹോളിനകത്തോട്ട് ഇറങ്ങും. ഇപ്പോൾ അത് ലൂസായിട്ടുണ്ട്. ഇനി നമുക്ക് ആ ആണി വെച്ച് ഒന്നുകൂടെ തട്ടി കഴിയുമ്പോഴത്തേനും അത് ഊരി വരും. ഇപ്പോൾ അത് ഊരി വന്നിട്ടുണ്ട്, കണ്ടോ? ഇനി നമുക്കൊരു പ്ലെയർ വെച്ചിട്ടത് ആ പിന്നെ നമുക്ക് ഊരിയെടുക്കാം. കംപ്ലീറ്റ് ചെയിൻ നമുക്ക് അതിനകത്ത് നിന്ന് ഊരിയെടുക്കാം, ഗിയറിനകത്ത് നിന്നല്ല. അഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് ഏതുവഴിയൊക്കെ ആ ചെയിൻ പോയിരിക്കുന്നതെന്ന് നമ്മൾ നോക്കി വെക്കണം. ലാസ്റ്റ് ഇടാൻ നേരത്ത് അല്ലെങ്കിൽ തെറ്റിപ്പോയി. ഇനി നമ്മുടെ പുതിയ ചെയിൻ എടുക്കാം. ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്, ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. എന്തായാലും ഇത് പൊട്ടിക്കാം. അങ്ങനെ നമ്മൾ ചെയിൻ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ നോക്കി ഇടണം. മുകളിലൂടെയുള്ള ചെയിന് അതിൻ്റെ ഗിയർ സെലക്ട് ചെയ്യുന്ന സാധനത്തിൻ്റെ ഹോളിൽ കൂടെ തന്നെ കറക്റ്റായിട്ട് ഇടണം. ഇപ്പോൾ നമ്മളെന്തായാലും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട് വർക്ക്. ഇനി കുറച്ച് വർക്കും കൂടെ ഉണ്ട് സൈക്കിളിന്. ഇതിൻ്റെ ഫ്രീവീലും ബ്രേക്ക് കേബിളും ബ്രേക്ക് പാഡും എല്ലാം ഒന്ന് മാറണം, ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.